പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിലെ ചായ വിവാദം പരാതിയിൽ തീർപ്പാക്കി തദ്ദേശ സ്വയംഭരണങ്ങളുടെ ചുമതലയുള്ള ഓംബുഡ്സ്മാൻ. തന്നെ കുറ്റവിമുക്തമാക്കിയ ഓംബുഡ്സ്മാന്റെ നടപടി പരാതിക്കാരനേറ്റ തിരിച്ചടിയെന്ന് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. നഗരസഭ കൌൺസിലർ സ്ഥാനത്ത് നിന്നും തന്നെ അയോഗ്യയാക്കണമെന്നും വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യണമെന്ന പരാതിയിലെ ആവശ്യമാണ് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ പരാതി തീർപ്പാക്കിയതിലൂടെ തള്ളിക്കളഞ്ഞത്. തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനും പൊതുസമൂഹത്തിൽ തന്റെ രാഷ്ട്രീയ ഇമേജ് തകർക്കാനും തന്നെ വ്യക്തിഹത്യ ചെയ്യാനുമാണ് പരാതിക്കാരനായ കോൺഗ്രസ് കൌൺസിലർ പാലോളി മെഹബൂബ് ലക്ഷ്യമിട്ടത്. അതിനാൽ പരാതിക്കാരനായ കൌൺസിലർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. തന്റെ ഉടമസ്ഥതയിലുള്ള ബേക്കറിയിൽ നിന്നും ചായ വാങ്ങിയ ബില്ലിൽ വ്യാപക ക്രമക്കേട് നടത്തിയെന്നും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ കൂടിയായ താൻ ബിൽ പാസാക്കി നൽകിയെന്നും ഇതിലൂടെ നഗരസഭയ്ക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ചട്ടലംഘനം നടത്തിയെന്നുമാണ് ഓംബുഡ്സ്മാന് നൽകിയ പരാതിയിലുണ്ടായിരുന്നത്. ഇത് തള്ളിയ ഓംബുഡ്സ്മാന്റെ നടപടി പരാതിക്കാരനായ കൌൺസിലർക്കേറ്റ തിരിച്ചടിയാണ്. അടിസ്ഥാനരഹിതമായ പരാതി നൽകിയ കോൺഗ്രസ് കൌൺസിലർക്ക് അനുകൂലമായി വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകനെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ പറഞ്ഞു. അയോഗ്യയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ വൈസ് ചെയർപേഴ്സണായി അധികാരമേറ്റ അന്ന് കൊടുത്ത ഒരു കൗൺസിലർ കൊടുത്ത പരാതി ഓംബുഡ്സ്മാൻ തള്ളുകയുണ്ടായി. എന്നെ അയോഗ്യയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്തതാണ് ഈ ഒരു യോഗം. അതിൽ ഞാനൊരു കച്ചവട സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇതിൻ്റെ പേരിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സമൂഹ മധ്യത്തിൽ നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രതിപക്ഷ കൗൺസിലർ അടക്കമുള്ള ആളുകൾ ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് അതിൽ ഒരു മാധ്യമപ്രവർത്തകൻ കൂടുതൽ അതിനെതിരെ വാർത്ത കൊടുക്കുകയും അതിന് അനുകൂലമായ വാർത്ത കൊടുക്കുകയും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സമൂഹത്തിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എൻ്റെ സ്ഥാപനത്തിന് ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പരിഹാസ കഥാപാത്രമായി എന്ന് വരെ പറയുകയാണ്. പക്ഷേ അവസാന ഘട്ടത്തിൽ വിജയം ഞങ്ങൾക്ക് അനുകൂലമായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ PM ബഷീർ, കക്കാടൻ റഹീം എന്നിവരും പങ്കെടുത്തു. അതേസമയം തനിക്ക് അനുകൂലമായ തീർപ്പാണ് ഓംബുഡ്സ്മാനിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ വാദം ശരിയല്ലെന്ന് പരാതിക്കാരനായ നിലമ്പൂർ നഗരസഭാ കൌൺസിലറും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പാലോളി മെഹബൂബ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ ചൂണ്ടിക്കാട്ടിയ ചട്ടലംഘനങ്ങൾ ശരിയാണെന്ന് തീർപ്പിന്റെ പല ഭാഗത്തും ഓംബുഡ്സ്മാൻ സമ്മതിക്കുന്നുണ്ട്. ടെൻഡർ നടപടികൾ പോലും പാലിക്കാത്ത സാഹചര്യത്തിൽ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ പരാതി തീർപ്പാക്കിയ ഉത്തരവിൽ നഗരസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓംബുഡ്സ്മാൻ ചെയ്തിട്ടുള്ളത്. ഇത് തനിക്ക് അനുകൂല വിധിയാണെന്ന വൈസ് ചെയർപേഴ്സൺ നടത്തിയ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ്. വിധിയുടെ കോപ്പി കൈവശം കിട്ടിയ ശേഷം ഹൈക്കോടതിയെ സമീപിക്കും. ഞാൻ ഓംബുഡ്സ്മാനിൽ നൽകിയിട്ടുള്ള പരാതി ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ അംഗീകരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാന്റെ ഉത്തരവിൻ്റെ 9ാം ഖണ്ഡികയിൽ പറയുന്നത്, ലഭ്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചതിൽ 1ാം എതിർകക്ഷിയുടെ സ്ഥാപനത്തിൽ നിന്ന് നഗരസഭയിൽ നടന്ന പല യോഗങ്ങൾക്കായി ചായയും ചെറുപലഹാരങ്ങളും പ്രസ്തുത കാലയളവിൽ വാങ്ങിയിരുന്നതായും അതിൻ്റെ ബില്ല് 1ാം എതിർകക്ഷി തന്നെ അധ്യക്ഷയായിട്ടുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയോടുകൂടി നഗരസഭയിൽ നിന്നും നൽകിയിട്ടുള്ളതായി കാണുന്നു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പരാതി. ഇത് അനധികൃതമായി ടെൻഡർ വിളിക്കാതെ നഗരസഭാ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീമതി അരുമ ജയകൃഷ്ണൻ അവരുടെ തന്നെ, ഞാൻ പരാതി കൊടുക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ലൈസൻസി ശ്രീമതി അരുമ ജയകൃഷ്ണനാണ്. ഇത് വ്യക്തമായത് വിവരാവകാശ നിയമപ്രകാരം എനിക്ക് കിട്ടിയ ശ്രീമതി അരുമ ജയകൃഷ്ണൻ്റെ പേരിലാണ് ഈ സ്ഥാപനം ലൈസൻസി ആ കാലയളവിലുള്ളത്. ആ സമയത്ത് നൽകിയിട്ടുള്ള ഈ പരാതി അംഗീകരിക്കുന്ന ഉത്തരവാണ് നഗരസഭ
ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ എന്നുണ്ടായിരുന്നു. എല്ലാ പാപഭാരവും സെക്രട്ടറിയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ശ്രമിക്കുന്നത്. ടെൻഡർ നടപടി സ്വീകരിക്കാത്തതിൽ നഗരസഭാ സെക്രട്ടറിയുടെ വീഴ്ച അക്കമിട്ട ഉത്തരവിലുണ്ട്. പരാതി കാലയളവിൽ ബേക്കറി അരുമയുടെ ഉടമസ്ഥതയിലായിരുന്നുവെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. തന്റെ പരാതികളെല്ലാം ശരിയായിരുന്നുവെന്ന് ഓംബുഡ്സ്മാൻ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അഴിമതി പുറത്തു കൊണ്ടുവരും വരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. ഓംബുഡ്സ്മാൻ പരാതി തീർപ്പാക്കിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു. ബഹുമാന്യയായ നഗരസഭാ വൈസ് ചെയർമാൻ ശ്രീമതി അലിമ ജയകൃഷ്ണന്റെ പനാച്ചെ ആൻഡ് കഫേ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് 43,000 രൂപയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ഈ നിയമത്തിൽ പറയുന്നത് 95 ഈ നിയമത്തിൽ പറയുന്നത് 10,000 രൂപ കവിയാൻ പാടില്ല എന്നുള്ളതാണ്. അത് പരാമർശിക്കാതെ ഇതിനകത്ത് എല്ലാ തെറ്റുകളും സെക്രട്ടറിയുടെ ചുമലിൽ ചാറ്റി സെക്രട്ടറി ആണ് ഈ തെറ്റിന് മുഴുവൻ ഉത്തരവാദി എന്നുള്ള നിലയിൽ സെക്രട്ടറിക്ക് 3 മാസത്തിനകം ഈ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ഓംബുഡ്സ്മാൻ കോടതിയെ അറിയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് നിയമപരമായി തികഞ്ഞ വസ്തുതകൾ നിലനിൽക്കുകയാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.